കൊച്ചു ടീച്ചർക്ക് പണി കൊടുക്കണം പറഞ്ഞിരുന്നില്ലേ ഇന്നലെ? ടീച്ചർക്കോ? ഹായ്, അത് പൊളിച്ചു. ഞാനില്ലട്ടോ, എനിക്ക് പേടിയാ. നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കാണല്ലോ അടി കിട്ടിയത്, അല്ലാതെ നിനക്കൊന്നും അല്ലല്ലോ. വെറുതെ ഒന്ന് സംസാരിച്ചതിന് അടി തരേ? എന്താ അവരുടെ വികാരം? മണിക്കുട്ടിയോടാ അവരുടെ കളി. ഞാനും ഉണ്ട്. ഇങ്ങനല്ലേടാ, അപ്പൊ പണി കൊടുക്കണം. പണി കൊടുക്കാൻ കൂടെ കൂടുന്നതൊക്കെ കൊള്ളാം. പക്ഷേ നിന്റെ ആ വൃത്തികെട്ട സ്വഭാവമില്ലേ? എന്ത് സ്വഭാവം? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നിൽക്കരുത്. ആ പാറുകുട്ടിയോട് പറഞ്ഞു കൊടുക്കരുത്. ഞാനൊന്നും പറഞ്ഞു കൊടുക്കൂല. ചക്കി, നീ നിന്റെ വായ ഒന്ന് അടച്ചു പിടിക്ക്. എന്തൊരു വലിയ വായ നിന്റെ. അത് പിന്നെ എനിക്കാകെ ടെൻഷൻ ആയിട്ടാ. എന്തിന്? ഞങ്ങളൊക്കെ അല്ലേ കൂടെ, പിന്നെ നിനക്ക് എന്തിനാ ടെൻഷൻ? നോക്ക്, മണിക്കുട്ടി അത് കയ്യിൽ തന്നെ പിടിച്ചിരിക്കണോ? അവൾക്കൊരു പേടിയില്ല. എന്നിട്ട് നിങ്ങളുടെ പ്ലാൻ എന്താ? നമ്മൾ ഇത് ചുമരിലേക്ക് ഒട്ടിച്ചു വെക്കുന്നു. അപ്പൊ ടീച്ചർ കണ്ടാലോ? ഇല്ല, ടീച്ചർ കാണാതെ നമ്മൾ ഒട്ടിച്ചു വെക്കണോ? എന്നിട്ട് ടീച്ചർ കണ്ടാല് ഇതാരാ ഒട്ടിച്ചെന്ന് ചോദിച്ചാല് പാറുകുട്ടിയാണ് ഒട്ടിച്ചതെന്ന് നമ്മൾ പറയുന്നു. മണിക്കുട്ടി, ഈ പെണ്ണ് ഇതെല്ലാം കോളാക്കുന്ന തോന്നുന്നത്. ഞാൻ കോളാക്കണമൊന്നുമില്ല, പക്ഷേ പാറു പാവല്ലേ, എന്തിനാ വെറുതെ അവൾ ഇതിലേക്ക് വലിച്ചേക്കുന്നേ? എങ്ങനെ പാറു പാവാണെന്നോ? അത് നീ മാത്രമേ പറയുള്ളൂ. വേണ്ട, നമുക്ക് ആരാ ചെയ്തെന്ന് അറിയില്ലെന്ന് പറഞ്ഞാ മതി. വെറുതെ എന്തിനാ പാറുവിനെ കുറ്റക്കാരിയാക്കുന്നേ? നീ കൂടെ കൂടുന്നില്ലെങ്കിൽ കൂടണ്ട, പക്ഷെ പാറു അവളെ ഞാൻ വെറുതെ വിടില്ല. കൊച്ചു ടീച്ചർക്കിട്ട് പണി കൊടുക്കുമ്പോ പാറുവിനും കൊടുക്കണം പണി. എനിക്ക് അടി കിട്ടുന്നത് കണ്ടിട്ട് അവൾ അവളുടെ 32 പല്ലും പുറത്തിട്ടിട്ട് ഭയങ്കര ചിരിയല്ലായിരുന്നോ? ചിരിച്ച പാറു കരയുന്നത് എനിക്ക് കാണണം, കണ്ണു നിറയെ കാണണം. ആ കൊച്ചു ടീച്ചർ തന്നെ അവൾക്ക് നല്ല അടി കൊടുക്കണം. അത് ഈ മണിക്കുട്ടി കാണുക തന്നെ ചെയ്യും. നോക്കിക്കോ. ആരൊക്കെ എന്റെ കൂടെ നിന്നില്ലെങ്കിലും നിനക്ക് എന്റെ കൂടെ വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോകാം. പക്ഷെ ഇവിടെ നടന്ന കാര്യം പുറത്താരോടും പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? കേൾക്കുന്നുണ്ടോ നീ ഞാൻ പറയുന്നത് വല്ലതും? ഞാൻ കേട്ടു. ഞാൻ ആരോടും പറയുന്നൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. തക്രു, നിനക്ക് എങ്ങനെയാ ഇങ്ങനെ ചിരിക്കാൻ തോന്നുന്നേ? പാറു നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ നീ എന്തിനാ അവൾക്കിട്ട് പണി കൊടുക്കാൻ കൂട്ടു നിൽക്കുന്നേ? അത് ശരിയാണല്ലോ, ഞാൻ എന്തിനാ? പക്ഷെ കൊച്ചു ടീച്ചർക്ക് പണി കൊടുക്കണം, അത് അത്യാവശ്യ. കൊച്ചു ടീച്ചർ എന്നെ നല്ലോണം തല്ലിയില്ലേ ഇന്നലെ? 2 എണ്ണം തല്ലി, തലമ്മക്കന്നെ. പക്ഷേ അപ്പൊ അതില് പാറുവിനെ എന്തിനാ പെടുത്തുന്നേ? കൊച്ചു ടീച്ചറല്ലേ നിന്നെ തല്ലിയത്? നീ കൂടെ പറ മണിക്കുട്ടിയോട് പാറുവിന് പണി കൊടുക്കണ്ടെന്ന്. പാവല്ലേ അവള്, നമ്മളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. കൊച്ചു ടീച്ചർക്ക് പണി കൊടുത്താൽ മതി. പാറു അത്ര നല്ലതൊന്നുമല്ല. പാറു നിന്റെ കുടുംബക്കാരിയല്ലേ, നീ എന്താ നല്ലതല്ല പറയുന്നേ? എനിക്ക് നീലാന്റി ഫുഡ് തരുമ്പോ അവള് വന്ന് തരണ്ട പറയും. എന്റെ ഫുഡൊക്കെ അവൾ എടുത്തു വെക്കും. എനിക്ക് കഴിക്കാനൊന്നും കിട്ടാറില്ല. വിശന്ന് ഞാൻ ആകെ ചാവാനായിരിക്കും. അവൾക്കിട്ടൊരു പണി കിട്ടിക്കോട്ടെ, അത് കുഴപ്പമില്ല. നീ ഒന്നും മിണ്ടാതിരിക്ക്. പക്ഷെ എനിക്ക് പാറുവിന് പാവം തോന്നാ.
ഇന്നെന്താ കല്യാണിയെ കാണാത്തത്? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇന്ന് വരില്ലേ ഇനി? കുഞ്ഞുമോളെ ഒന്നും മിണ്ടാതിരുന്നേ. ഒരുപാട് നേരമായി ഞാൻ കല്യാണിയെ കാത്തു നിൽക്കുന്നു. ഇന്നെന്താ താമസിച്ചോ? കുഞ്ഞുമോളെ അങ്ങോട്ട് നോക്കി നിൽക്കാതെ പെട്ടെന്ന് വന്നേ. കുഞ്ഞുമോളെ നീ അടി വെടിക്കും. മര്യാദക്ക് വന്നോ ഇങ്ങോട്ട്. കല്യാണി, ഇതൊന്ന് വാങ്ങുവോ? മോളത് ചേച്ചിക്ക് കൊടുത്തേക്ക്. നിങ്ങളിത് എന്ത് ഭാവിച്ച? എന്നെ കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞിട്ടാ എന്റെ പിറകെ നടക്കുന്നത്? നീയൊരു മനുഷ്യ സ്ത്രീയാണെന്നറിയാം. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടാണ്. നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം. എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ വെറുതെ എന്റെ കൂടെ കൂടാൻ നിൽക്കണ്ട. ഒന്നും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. വെറുതെ സമയം കളയണമെന്നില്ല. എന്റെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചതാ. ഉറപ്പിച്ചു വെച്ചിട്ടല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കുഞ്ഞുമോളെ ആ പൂവ് അങ്ങോട്ട് കൊടുത്തിട്ട് എന്റെ കൂടെ വന്നേ. അത് കുഞ്ഞിമോള് തന്നെ കയ്യിൽ വെച്ചോ. ഏയ്, നിന്റെ കല്യാണ ചേച്ചി ഒരു പാവാ, വഴക്കൊന്നും പറയില്ല. നീ അത് കയ്യിൽ വെച്ചോ. എന്നാ ഇങ്ങ് തന്നേക്ക്.